കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ദൈവമേ, ഭഗവാനെ, നല്ലൊരു കളി തന്നെ എനിക്ക് കിട്ടിയല്ലോ. ഭഗവാനെ, കാത്തുരക്ഷിച്ചേക്കണമേ. സിസ്റ്ററെ, സിസ്റ്ററെ, സിസ്റ്ററെ. അയ്യോ, മുന്നി വരല്ലേ, മുന്നി വരല്ലേ, മുന്നി വരല്ലേ, വിഷുവായിട്ട് മുന്നി വരല്ലേ. ഞാനാണ് ഈ കണി ഒന്ന് കണ്ടോട്ടെ. എങ്ങോട്ട് പോവുക? അവിടെയൊന്നുമല്ല. ഇതാരായി നിക്കുന്ന ഇത്? ആ, എന്റെ സിസ്റ്ററെ, ഞാൻ ആ രാജാന്റെ വീട്ടിൽ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി കയറിയതാ. പട്ടി എന്നെ ചന്തിക്ക് കടിച്ച് പറിച്ചു വെച്ചേക്കോ, ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാ. ദൈവമേ, എടോ, ഇന്നലെ രാത്രി 2 മണി തൊട്ട് ഞാൻ ഈ കണി ഒരുക്കി വെച്ചിരിക്കുക ഒന്ന് കാണാനായിട്ട്. ഞാൻ ആദ്യം ആ കണി ഒന്ന് കണ്ടോട്ടെ. ഞാന് കുറച്ച് മാറി നേരെ തിരിഞ്ഞോ. തുറക്കട്ടെ. ആ, തുറന്നു. എന്റെ കണ്ണാ. എന്തോ? എന്തോന്ന്? എന്റെ പേര് കണ്ണാന്നാ. നിങ്ങളെ ആരാ വിളിച്ചേ? സാക്ഷാൽ കണ്ണനെയാ വിളിച്ചേ. ഭഗവാനെ, ഞാൻ PK കണ്ണനാണ്. ചേട്ടോ, നിങ്ങളോട് ആര് പറഞ്ഞോടോ ഈ വിഷു ആയിട്ട് രാവിലെ പോയി പട്ടിയുടെ വായി ചെന്ന് കയറാൻ? ഇന്ന് വിഷു ആണെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ, പട്ടിക്കറിയാവോ? എന്റെ ദൈവം, പട്ടിക്കുണ്ടോ വല്ല വിഷുവും സംക്രാന്തിയും? അതിനാകെ അറിയാവുന്ന ഒരു ഒറ്റ മാസം കന്നിമാസം. അതറിയാത്ത എന്റെ ഈഗോ കാരണം കടിച്ചതാകും. അവിടോട്ട് കയറി ഇരിച്ചല്ലേ. ഇരിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, കടിച്ച് നാശാക്കി വെച്ചേക്കോ. അവിടോട്ട് മാറുന്നില്ലേ? ഡോക്ടർ ഒന്ന് കണി കാണട്ടെ. ആ, എന്നെയോ? നിങ്ങളെയാണോ? വേഗം വരാൻ പറ. ഡോക്ടറെ, ഡോക്ടറെ, കണ്ണടച്ച് കണ്ണടച്ചോണ്ട്. കണ്ണടച്ചിട്ടുണ്ട്. ഈ ഗണി പണിയാവൂലല്ലോ. എല്ലാം സെറ്റാണല്ലേ? കണിയല്ല ഉദ്ദേശം. കൈകി പിടിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ഓക്കെ, നേരെ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാം സെറ്റല്ലേ? ഇങ്ങോട്ട്. ഓക്കെ, തുറക്കട്ടെ. തുറന്നു. ഓക്കെ, ഒരു കിലോ ആപ്പിൾ മാറ്റിട്ട് 2 ആപ്പിൾ അങ്ങ് മുക്കിയല്ലേ? ആപ്പിളെ നോക്കാതെ അവിടെ ഇരിക്കുന്ന കൃഷ്ണനെ നോക്കാം. ദൈവമേ, ഈ കണിയോടുകൂടി ഈ ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ ഉയരണം, സകല ഐശ്വര്യങ്ങളും വന്ന് ചേരണേ എന്റെ കണ്ണാ. എന്തോ? ഇതേത് കണ്ണായി? എന്റെ പൊന്നു സാറേ, വിഷു ആയിട്ട് അവിടെ കണിക്കൊന്ന് പറിക്കാൻ പോയതാ. ഏതോ പട്ടി ഓടിച്ചിട്ട് കടിച്ചെന്ന് പറഞ്ഞ് ചന്തി കാണിക്കാൻ വന്നേക്കോ രാവിലെ. സാറേ, ഞാൻ PK കണ്ണൻ. ഒന്ന് നോക്കിയ സാർ. അയ്യോ, എന്റെ പൊന്നു ദൈവമേ, വിഷു ആയിട്ട് ഫസ്റ്റിലെ ചന്തി കേസാണല്ലോ. നമുക്ക് നോക്കിയല്ലേ പറ്റൂ. ഡോക്ടറായി പോയില്ലേ? അതെ സാർ നോക്ക് തന്നെയല്ലേ. ഹലോ മിസ്റ്റർ കണ്ണൻ. മിസ്റ്റർ കണ്ണനല്ല, PK കണ്ണൻ. ഓക്കെ കണ്ണ, ഓക്കെ കണ്ണനല്ലത്, PK കണ്ണൻ എന്ന് പറഞ്ഞപ്പോ. എന്റെ പൊന്നു കണ്ണാ, PK കണ്ണൻ. കണ്ണൻ. ഓക്കെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ് വരെ. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾ നടക്കണ്ടേ? അത് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വിഷു എന്ന് പറഞ്ഞാൽ എന്താ? വിഷു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന്റെ ജന്മദിനല്ലേ? അത് കണ്ണൻ അറിയാണ്ടിരിക്കോ? അത് ആ കണ്ണന്. ഞാൻ ഈ കണ്ണന്റെ കാര്യം ചോദിച്ചു. ഈ കണ്ണനല്ല, PK കണ്ണനാന്ന് പറഞ്ഞപ്പോ. ഓ, ഇത് കുരുവാണല്ലോ പൊന്നു ദൈവമേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഐശ്വര്യത്തോടു കൂടി നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അത് തന്നെ ആയിരിക്കും നമ്മുടെ അനുഭവങ്ങളല്ല. അറിയാലോ. അപ്പൊ ഇത്രയും നല്ലൊരു കണി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഈ സംഭവം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാനിത് നോക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു നല്ല അസുഖം നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. നല്ല അസുഖം? അസുഖം തന്നെ ചീത്തയല്ലേ? നല്ല അസുഖം ഞാൻ പറഞ്ഞത് അതായത് ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആദ്യം വരുമല്ലോ, അയാളെ നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. സംഭവം മനസ്സിലായല്ലോ? വിഷു ആവണ്ട. എന്റെ പൊന്നു സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്താ. അങ്ങനെയാണെങ്കിൽ താൻ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇന്ന് വിഷു ആയിട്ട് ഒരൊറ്റ ഹോസ്പിറ്റലിലെ എല്ലാം അവധിയാകും. കണ്ടോ, ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തെ മൊത്തം ഹോസ്പിറ്റൽ അവധി. നമുക്കും ഇന്ന് അവധി കൊടുക്കാന്ന് കേട്ടില്ലല്ലോ. ഇന്ന് അവധി കൊടുത്താ പിന്നെ ഈ കണി ഞാൻ എങ്ങനെ കാണും? ഒന്ന് അടങ്ങടാവേ. ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഏതൊരു സ്ഥാപനത്തിനും ആദ്യം ഈ വിഷു എന്നൊക്കെ പറയും വലിയൊരു സംഭവം അല്ലേ? ഇത് വെച്ചല്ലേ മുന്നോട്ട് പോകുന്നു. ഒന്ന് സഹകരിക്കും. ആരെങ്കിലും വരട്ടെ, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞില്ലേ? കണി കണ്ടു കഴിഞ്ഞില്ലേ? കണി കണ്ടു കഴിഞ്ഞല്ലോ. കൈനീട്ടം തന്നില്ല. കൈനീട്ടം പിന്നെ ഞാൻ തരാതിരിക്കൂ? ആ കൈ നീട്ടിക്ക്. ഇതെന്താ ഇത്? കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി വെള്ളം തന്നാണ്ടല്ല. 1-ാം തീയതി കയറി വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കണം.
ഡോക്ടർ പൊന്ന് കണ്ണടച്ചേ. ഞാൻ കൈ നീട്ടി എടുത്തോണ്ട് വരട്ടെ. കണ്ണടച്ചേ. ഞാൻ പറയാ തുറക്കരുതേ. ഇല്ല. തുറക്കില്ലേ? ഡോക്ടറുടെ ഒരു കാര്യം കിട്ടി. വേണ്ട ധൃതി വേണ്ട, പതുക്കെ മതി. കിട്ടി. ഇതൊരു സ്വർണ്ണ കോയിനാണ്. കൈക്കകത്ത് വെച്ചോ, ആർക്കും കൊടുക്കരുത്. സ്വർണ്ണക്കോയിൻ. അതെ. അയ്യോ, വിഷുവായിട്ട് എന്തൊരു ഭാഗ്യമാ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം തന്ന ഗിഫ്റ്റാ. ആദ്യം തന്നെ അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുകേ.